അരച്ച് വയ്ക്കുന്ന മീൻകറിയുടെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കറിവേപ്പിലയും സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പും കൂടി അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സഡ് ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വരും. അതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാവേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പ് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീനും ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ കേരമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് തിരുമ്മി വെച്ചതാണ്. ഇതുകൂടി ഇട്ട് കൊടുത്ത് അന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് മീനൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത്. അപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.